ഗുരുവിനെ തന്നെ ഒരു ബ്രാഹ്മണ ദൈവമാക്കി മാറ്റി. നോക്കൂ, ഗുരുവിനെക്കുറിച്ചൊരു അഷ്ടോത്തര ശതനാമാവലിയുണ്ട്. അതിലെന്താണ് പറയുന്നത്? ശ്രുതിസിദ്ധ ബ്രാഹ്മണായ നമ. ഗുരുവിനെ തന്നെ ഒരു ശ്രുതിസിദ്ധനായ ബ്രാഹ്മണനാക്കി മാറ്റി എന്നുള്ളതാണ്. അത് ശ്രുതി സിദ്ധിക്കുമ്പോൾ ബ്രാഹ്മണനാവുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിലോ? ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നും ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രാഹ്മണം എന്ന വാക്കിനർത്ഥം ഈ പറയുന്ന ചാതുർവർണ്ണയത്തിലെ ബ്രാഹ്മണനായിരിക്കണം എന്നില്ലല്ലോ. ബ്രഹ്മജ്ഞാനം ലഭിച്ച ബ്രാഹ്മണൻ എന്ന അർത്ഥത്തിൽ ഗുരുവിനെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചൂടെ? ശങ്കരാചാര്യർ ബൃഹദാരണ്യോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആരാണ് ബ്രഹ്മജ്ഞാനി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണ പുരുഷ സ്വരൂപഹേതുത്വാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണ പുരുഷൻ്റെ സ്വരൂപമാണ് ബ്രഹ്മമെന്ന് ബൃഹദാരണ്യോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട്. ശങ്കരന് സംശയമില്ല, ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ പുരുഷൻ്റെ സ്വരൂപമാണെന്ന് ശങ്കരന് സംശയമില്ല. ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ശങ്കരൻ അത് വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് പറയുന്നുണ്ട്. ശൂദ്രൻ ആരാണെന്ന് പറയുന്നുണ്ടല്ലോ. ശൂദ്രൻ ആരാണെന്ന് പറയുമ്പോൾ ശങ്കരൻ പറയുന്നുണ്ട്, അസമാസ കാരണം, അതായത് പൂണൂലുപനയനം നടത്താത്ത ശൂദ്രന് വേദാധികാരമില്ല എന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്.